അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, അറേബ്യയുടെ രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. ഖുസാഅ ഗോത്രം മക്കയുടെ ഭരണ നേതൃത്വം ഏറ്റെടുത്തിരുന്നൊരു കാലഘട്ടത്തിൽ ആ നാട്ടിൽ മതപരമായും സാംസ്കാരികമായും ഒരുപാട് തിന്മകൾ വ്യാപിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി വിഗ്രഹാരാധന കടന്നു വരുന്നത് ഖുസാഅക്കാർ മക്കയുടെ ഭരണം ഏറ്റെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അംർ ഇബ്നു ലുഹൈ എന്നറിയപ്പെടുന്ന അവരുടെ നേതാവ് ഷാമിലേക്ക് ഒരു യാത്ര പോവുകയും ഷാമിലെ അമാലിക് വർഗക്കാർ അവർ മഴയെ തേടി അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നത് കണ്ടതിനെ തുടർന്ന് ആ വിഗ്രഹവുമായി മക്കയിലേക്ക് തിരിച്ചു വരികയും അത് മക്കയിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുന്ന ഒരു രംഗമാണ്. ഇതിനെ തുടർന്നാണ് മക്കയിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നൊരു പ്രവണത കടന്നു വന്നത് എന്ന് അറിയപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അംർ ഇബ്നു ലുഹൈ എന്ന നേതാവ് അവിടുത്തെ ജനങ്ങളോട് ഈ വിഗ്രഹത്തെ ആരാധിക്കാൻ ആവശ്യപ്പെടുകയും അതിന് മഹത്വം നൽകണമെന്നും അതിന് എല്ലാവിധ ആദരവും നൽകണമെന്നും കൽപ്പന പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. നാട്ടിലെ പ്രമാണിയായിരുന്ന ഒരുപാട് ആളുകൾ അംഗീകരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾക്ക് സമൂഹത്തിൽ സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ വിഗ്രഹാരാധനക്കും മെല്ലെ മെല്ലെ സമൂഹത്തിൽ ശക്തി ആർജിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് പല നാടുകളിലേക്കായി ജുർഹൂം ഗോത്രക്കാർ ഖുസാഅക്കാരുടെ ഭരണ കാലയളവിൽ നാട് വിടുന്ന ഒരു സമയത്ത് കഅബയുടെ കല്ലുകളെടുത്ത് പല നാടുകളിലേക്കും അവർ പോയി എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവർ ചെന്ന് നിൽക്കുന്ന നാട്ടിൽ അവർ കൊണ്ടുപോയ കഅബയുടെ കല്ല് നാട്ടുകയും അതിനെ കഅബയായി പരിഗണിച്ച് അതിനു ചുറ്റും തവാഫ് ചെയ്യുകയും പ്രദക്ഷിണം നടത്തുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഇതായിരിക്കാം കല്ലുകളിൽ വിഗ്രഹങ്ങളെ കണ്ട് ആരാധിക്കുന്ന രൂപം ആ നാട്ടിൽ കടന്നു വരാനുള്ളൊരു കാരണമെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. മക്കയിലേക്ക് വരികയാണ് എങ്കിൽ വിവിധങ്ങളായ ബിംബങ്ങളും ആരാധനാമൂർത്തികളും വിഗ്രഹങ്ങളും ഈ കാലയളവിൽ ആ നാട്ടിൽ വ്യാപിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആദർശത്തിലായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി പിന്നീട് ആ സമുദായത്തിൽ വിഗ്രഹാരാധന കടന്നു വന്നപ്പോൾ പല വിഗ്രഹങ്ങളും ആ നാടുകളിൽ വ്യാപിച്ചു. ഉദാഹരണമായി ബനു കൽബ് ഗോത്രത്തിൻ്റെ വദ് എന്ന് പറയുന്ന വിഗ്രഹം ധൂമത്ത് ജന്തൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. ബനു ഹിദൈൽ ഗോത്രത്തിൻ്റെ സുവാ എന്നറിയപ്പെടുന്ന വിഗ്രഹം അത് റുഹാത്ത് എന്ന സ്ഥലത്താണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. മക്കയിൽ നിന്ന് ഏകദേശം 3 ദിവസത്തെ യാത്രയുണ്ട് ഈ റുഹാത്ത് എന്ന സ്ഥലത്തേക്ക്. യഗൂസ് എന്ന് പറയുന്ന ബനു അൻഉം ഗോത്രക്കാരുടെ വിഗ്രഹം, അതുപോലെ തന്നെ യഊക്ക് എന്ന് പറയുന്ന ബനു ഖൈവാൻ ഗോത്രക്കാരുടെ വിഗ്രഹം, നസ്ർ എന്നറിയപ്പെടുന്ന ദീ ഖുലാ ഗോത്രക്കാരുടെ വിഗ്രഹമൊക്കെ ഇത്തരത്തിൽ ആ നാട്ടിൽ വ്യാപകമായിരുന്ന വിഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ പേരുകൾ ഒരു പക്ഷേ ചരിത്ര പഠനത്തിൽ നമ്മൾ മുമ്പ് കേട്ടതായിരിക്കാം. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലയളവിൽ ആ ജനത പുണ്യ പുരുഷന്മാരായി കാണുകയും പിന്നീട് അവരുടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത അവരുടെ ആരാധനാമൂർത്തികളായിരുന്നു ഈ പറഞ്ഞ വിഗ്രഹങ്ങളൊക്കെ എന്ന് ചരിത്രത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിൻ്റെ 23-24 വചനങ്ങളിൽ ഈ ഒരു വസ്തുത നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വഖാലു ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊക വനസ്റ. നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് പ്രബോധനം തുടങ്ങിയപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങളുടെ പ്രാർത്ഥനകളും മറ്റ് ആരാധനകളും പൂർണ്ണമായി റബ്ബിൻ്റെ മുന്നിൽ മാത്രമേ സമർപ്പിക്കാവൂ എന്ന പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് ആ ജനതയിലെ പ്രമാണിമാർ നേതാക്കന്മാർ പരസ്പരം പറഞ്ഞൊരു വാക്കാണ് അള്ളാഹു ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ആരാധനാമൂർത്തികൾ ഒരിക്കലും കൈവടിയരുത്. വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊക്കിനെയോ നസ്റിനെയോ നിങ്ങൾ കൈവടിയരുത് എന്ന് ആ ജനത പറഞ്ഞുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നീട് ഈ വിഗ്രഹങ്ങൾ അറേബ്യൻ ജനതയിലും വ്യാപിച്ചുവെന്ന് ചരിത്രത്തിൽ കാണുന്നൊരു വസ്തുതയാണ്. ഇതേ സമയത്ത് തന്നെ ഖൗലാൻ ഗോത്രക്കാർക്ക് ഉണ്ടായിരുന്നൊരു വിഗ്രഹമാണ് അമ്മ അനസ്. ഉമൈന
ഉംയാനീസ് എന്നും ഈ വിഗ്രഹത്തിന് പേരുണ്ട് എന്ന് ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കുന്നു. ഈ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരുന്നൊരു നേർച്ച എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും ഈ വിഗ്രഹത്തിനുമിടയിൽ അവർക്ക് ലഭിക്കുന്ന സമ്പത്തിനെ, പ്രത്യേകിച്ചും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭങ്ങളെ വീതിക്കുകയും ഒരു ഭാഗം ഈ അമ്മ അനസ് എന്ന് പറയുന്ന വിഗ്രഹത്തിനുള്ളതാണ് എന്നും മറ്റൊരു ഭാഗം അള്ളാഹുവിനുള്ളതാണ് എന്നും അവർ ഗണിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഓഹരിയിൽ നിന്ന് ചില ഓഹരി അമ്മ അനസിലേക്ക് മാറ്റുകയും, എന്നാൽ എന്ത് സാഹചര്യം വന്നാലും അമ്മ അനസ് എന്ന വിഗ്രഹത്തിലുള്ള ഓഹരി അള്ളാഹുവിൻ്റെ ഓഹരിയിലേക്ക് മാറ്റാതിരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതിലേക്ക് സൂചന നൽകിക്കൊണ്ട് സൂറത്തുൽ അൻആമിൻ്റെ 136 വചനത്തിൽ വജഅലു ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബ എന്ന് തുടങ്ങുന്ന വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബനി മിൽക്കാൻ എന്ന് പറയുന്ന കിനാനയിലെ ഒരു ഗോത്രത്തിലുണ്ടായിരുന്ന വിഗ്രഹമാണ് സഅദ് എന്ന് പറയുന്ന വിഗ്രഹം. അതുപോലെ ദൗസ് എന്ന് പറയുന്ന ഗോത്രത്തിനും ഒരു വിഗ്രഹമുണ്ടായിരുന്നുവെന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞത് ഇത്രയധികം വിഗ്രഹാരാധന വ്യാപിച്ച, പ്രത്യേകിച്ചും മൂർത്തികളെ, കല്ലുകളെ, വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന സ്വഭാവം ശക്തിയായി ഉണ്ടായിരുന്നൊരു ജനതയാണ് ആ ജനത എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകമായി തഫ്സീറുകളിലൊക്കെ കാണാവുന്നൊരു വാക്കുണ്ട്. അറേബ്യൻ ജനതയുടെ അറിവില്ലായ്മയും അന്ധകാരവും നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ സൂറത്തുൽ അൻആമിൻ്റെ 130 മുതലുള്ള വചനങ്ങൾ പാരായണം ചെയ്യുക എന്നാണ്. ഈ വചനങ്ങളിൽ ഇവർ ഈ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ കാട്ടിക്കൂട്ടിയിരുന്ന ആരാധനാ കർമ്മങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. എങ്കിലും മറ്റു മതങ്ങളും ചെറിയ രൂപത്തിലെങ്കിലും അറേബ്യൻ ജനതയിലുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആദർശമാണ് ആ നാട്ടിൽ നിലനിന്നത് എന്നെങ്കിൽ അവരുടെ ആ സംസ്കാരത്തിൻ്റെ ചില നന്മകൾ ആ ജനതയിൽ നിലനിന്നിരുന്നു. വിഗ്രഹാരാധന വ്യാപിച്ചപ്പോഴും കഅബയെ ബഹുമാനിക്കുന്ന സ്വഭാവം, കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന സ്വഭാവം, ഹജ്ജ്, ഉംറ തുടങ്ങിയ ആരാധനകൾ, അതുപോലെ അറഫയിൽ നിൽക്കൽ, മുസ്ദലിഫയിൽ നിൽക്കൽ തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ആ ജനതയിൽ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഖുറൈശികളുടെയും കിനാനക്കാരുടെയും ഒക്കെ തൽബിയത്തിൻ്റെ വചനങ്ങൾ, അതായത് ഹജ്ജിൻ്റെ വേളയിൽ അവർ ചൊല്ലിയിരുന്ന വചനങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അള്ളാഹുവേ, നിൻ്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വരുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല, എങ്കിലും നിനക്കൊരു പങ്കുകാരനുണ്ട്. ആ പങ്കുകാരൻ്റെ പൂർണ്ണ അധികാരം നിനക്കാണ്, അതിനെ അവ ഉടമപ്പെടുത്തിയതെല്ലാം നീ ഉടമപ്പെടുത്തിയവയാണ് എന്ന് പറയുന്ന തൽബിയത്തിൻ്റെ വചനങ്ങൾ അവർക്കുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ്. ഇതുപോലെ തന്നെ അറേബ്യയിലെ ജനതകൾ കഅബയ്ക്ക് പുറമെ ചില സ്ഥലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തിരുന്നുവെന്നതും നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ്. കഅബയ്ക്ക് മഹത്വം കൊടുത്തിരുന്നത് പോലെ ചില വിഗ്രഹങ്ങളുള്ള സ്ഥലങ്ങൾക്കും അവർ മഹത്വം കൊടുത്തിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. നഹലയിലെ ഉസ്സ, പ്രത്യേകിച്ച് ബനു ശൈബാൻ ഗോത്രക്കാരായിരുന്നു അതിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്തിയിരുന്നത്. അതുപോലെ ലാത്ത, സഖീഫുകാരുടെ, ത്വായിഫിലുള്ള സഖീഫുകാരുടെ ലാത്ത, അതുപോലെ ഔസ് ഖസറജ് ഗോത്രക്കാരുടെ മനാത്ത തുടങ്ങിയ വിഗ്രഹങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഈ വിഗ്രഹങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജൂത, ക്രിസ്ത്യൻ മതങ്ങളും ഈ നാടുകളിൽ ചെറിയ രൂപത്തിലെങ്കിലും വ്യാപിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഖൈബറിലും മദീനയിലെ ചില ഗോത്രങ്ങൾക്കിടയിലുമൊക്കെ യഹൂദ മതത്തിന് വേരോട്ടമുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഖസാസിന, മുനാദിറ എന്നീ പറയുന്ന ഗോത്രക്കാർക്കിടയിൽ ക്രിസ്ത്യൻ മതവും ചെറിയ രൂപത്തിൽ വ്യാപിച്ചിരുന്നുവെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഈ ജനതയിൽ തന്നെ, പ്രത്യേകിച്ചും യമനിനോട് ചേർന്ന സ്ഥലത്ത് സൂര്യനെ ആരാധിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെന്നതും നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പോയിൻ്റ്, വ്യത്യസ്ത ദർശനങ്ങളും വ്യത്യസ്തങ്ങളായ മതപരമായ ആരാധനാ കർമ്മങ്ങളും രൂപങ്ങളുമൊക്കെ ആ ഖുറൈശി ജനതയിൽ, മക്കയിലെ അറേബ്യയിലെ ജനതകൾക്കിടയിൽ
പൊതുവായും ഉണ്ടായിരുന്നുവെന്ന് ചരിത്ര പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. എങ്കിലും ഈ സമയത്തൊക്കെ തന്നെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആരാധനാകർമ്മങ്ങൾ മാത്രം മുറുകെ പിടിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ചെറു സംഘമെങ്കിലും മക്കയിലുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ പല തിന്മകളോടും യോജിച്ച് ജീവിക്കുന്ന രൂപത്തിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്രകാരം തന്നെ സെയ്ദ് ബിനു അംർ ബിനു നുഫൈൽ, വറക്കത്ത് ബിനു നൗഫൽ, ലബീദ് തുടങ്ങിയ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റിയ ആളുകൾ എന്നറിയപ്പെടുന്ന ആളുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരക്കാർ പൊതുവെ ഹുനഫാ എന്നാണ് ആ സമുദായത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഇതാണ് മതരംഗത്തുള്ള ആ നാടിൻ്റെ അവസ്ഥ എന്ന് ചരിത്ര പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.